കാണുന്ന സിപ്ലോ കവർ നല്ല അസത്തറ്റിക് ആയിട്ടുള്ളത് ഇത് പോണക്കത്തെ പൗച്ചാക്കിയാലും അസത്തറ്റിക് ഒക്കെ ആയിട്ടുണ്ട്. ഹായ് ഗൈസ്, കൊക്കോ ഹൈവാണേ. അപ്പോൾ നമ്മൾ ആ കവറിനെ വേണ്ട എളുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് പേപ്പർ വെച്ച് അയൺ ചെയ്ത് സീൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണി ആവശ്യമുണ്ട്. ഞാൻ ആ തുണിക്ക് വേണ്ടി എൻ്റെ യൂണിഫോത്തിൻ്റെ കൈ അങ്ങ് വെട്ടി, വേറെ ഒന്നും ഞാൻ നോക്കിയില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ 4 അറ്റവും ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബൈ എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ പടുതി കണ്ടായിരുന്നു പറയരുത്. ഈ ഗ്ലൂ ഗണ്ണിന് വർഷങ്ങൾ പഴക്കമുണ്ട്. അതായത് രമണ പണ്ട് അതെത്ര പണ്ടൊന്നുമല്ല, ഒരു 4-5 വർഷം മുന്നേ ഈ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് ചാനൽ ഉണ്ടല്ലോ, അതിനകത്ത് ഇരിക്കലായിരുന്നു എൻ്റെ പരിപാടി. അപ്പം ഈ 5 മിനിറ്റ് ക്രാഫ്റ്റിനകത്ത് ഗ്ലൂഗണിൻ്റെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. അങ്ങനെ കണ്ട് വേണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പൈസ കൂട്ടി വെച്ചിട്ട് വാങ്ങിയ ഒരു ഗ്ലൂഗണാണിത്. ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ പടുതി. അത് അങ്ങനെ പറഞ്ഞു വന്നു നമ്മുടെ പൗച്ചിൻ്റെ പണി ഏകദേശം തീർന്നു. നമ്മൾ ആ തുണി വെച്ചിട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുത്തു. ഇനിയും ബോ വേണം. ബോ ഇല്ലാത്ത അസത്തറ്റിക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഗൈസ് എനിക്ക്. അപ്പോൾ പിന്നെ ഒരു ബോയും ഞാൻ തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. ബോയൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റോണൂടെ ആ ബോയുടെ നടുക്ക് ഇതുപോലെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ പരിപാടി കഴിഞ്ഞ് ഗൈസ്. ഇനി ഒന്നുമില്ല, ആ ബോ എടുത്തിട്ട് നമ്മുടെ പൗച്ചിൻ്റെ മിഡിലേക്ക് ഒട്ടിച്ച് വെക്കണം. ഹൈവാ, നല്ല ഭംഗിയില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അസത്തറ്റിക്കായിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ഫോർ മോർ. താങ്ക്സ് ഫോർ വാച്ചിങ്.